നമ്മളെ പുതിയ വീഡിയോയിൽ ഏവർക്കും സ്വാഗതം. ഒരു പടമൊക്കെ കണ്ട് ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെയാണ് ഞാൻ ഇനി റിവ്യൂ കണ്ടത്. നമ്മളെ ചാക്കോച്ചിന്റെ പടം. അതിന്റെ പേരെന്താ ഗ്രീഷ്മ? തന്നെയല്ലേ? അപ്പൊ അത് ഫുഡും കഴിച്ച് ആ പടവും കണ്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ രാത്രി വരാന്ന് വെച്ചല്ലേ ഗ്രീഷ്മ? നമ്മള് എത്ര മണിക്ക് ഷോയ്ക്കാ പോണത്? രാത്രി. ഓക്കെ, ഇപ്പൊ സമയം എത്രയായി? 8:30. സമയം വേണ്ട 8:10. അപ്പൊ നമുക്ക് സമയമുണ്ടല്ലേ ഫുഡ് കഴിച്ചിട്ട് പോവാൻ. അപ്പം ബാക്കിയുള്ള കാഴ്ചയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. എല്ലാ കാഴ്ച ഹലോ ഗായ്സ്, നമ്മള് പുതിയ ഈ റോഡ് മൊത്തം മത്സരമാണ് എല്ലാ ആൾക്കാരും അല്ലേ? ഈ സീനിൽ അടുത്ത സീനിലോട്ട് കടക്കാൻ വേണ്ടി ആൾക്കാർ ഒരു മത്സരങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? തിരക്ക് നോക്ക് ഗൈസ്, ആ റോഡില് അത് ഓഫീസ് കഴിഞ്ഞ് വണ്ടികളൊക്കെ തിരിച്ചു പോണതുകൊണ്ടാണ് ഈ തിരക്ക്. ഇങ്ങോട്ടാണ് സിറ്റി. അപ്പൊ വൈകുന്നേരം ആകുമ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കുറച്ച് അങ്ങോട്ട് പോകുമ്പോ ഒരു കട വന്നിട്ടുണ്ട്. കരമ്പന ജനിഷൻ കാണിച്ചു കൊടുത്തേ. ഇവിടെ ഇല്ലാത്തൊന്നുമില്ല. രേവതി ടെക്സ്റ്റൈൽസ്, ബാറ്റ, MRA ബേക്കറി, എല്ലാ പരിപാടിയും ഉണ്ട് അല്ലേ ഗ്രീഷ്മ? പൂക്കട, ലോട്ടറി കട അല്ലേ? അത്യാവശ്യം ഒരുപ്പെട്ട എല്ലാ സാധനവും കിട്ടുന്ന സ്ഥലമാണ് ഈ കരമ്പന ജനിച്ച അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കുവാണ് അല്ലേ? എപ്പോഴും കണ്ടില്ലേ? ഇവിടെ ചിപ്സ് കടയൊക്കെ ഉണ്ട് കേട്ടാ. ടിഫിൻ, ട്രിവാൻഡ്രം ടിഫിൻ. അലിയൻസ് ആണ് നമ്മൾ വന്നിരിക്കുന്നത്. അതാണ്ട് അണ്ണൻ ആദ്യം പറഞ്ഞ വണ്ടി അവിടെ. ഇതാണ് നമ്മളെ കട. അതാണ് നമ്മളെ കിള്ളിപ്പാഴത്ത് നിന്ന് കടമ്പന പോണ വരിയില് നമ്മളെ തട്ടുകട. എന്തൊക്കെ ഉണ്ട് കഴിക്കേ? കോമ്പോ എന്തൊക്കെ ഉണ്ട്? എന്തൊക്കെ ഉണ്ട്? ചിക്കനും പൊറോട്ട കോമ്പോ എത്തൂല. എത്തൂല 99 രൂപ. ബീഫ് ഉണ്ടോ? ഇല്ലല്ലേ? അപ്പൊ 2 ചിക്കൻ്റെ കോമ്പോ. പൊറോട്ട അല്ല വേറെ എന്തെങ്കിലും മാറ്റി തരുമോ? കോമ്പോ അങ്ങനെ കിട്ടുമോ? എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇടിയപ്പം കോമ്പോ. നല്ല ചൂട് പൊറോട്ട കേട്ടോ. ഫ്രൈ കൊള്ളാല്ല. ഫ്രൈ മതി. ചിക്കൻ വേണോ? ഒന്നിന് ഫ്രൈ ഒന്നില് മറ്റേ പേട്ടും വെച്ചോട്ടാണ് കോമ്പോയില്. മാറ്റി മാറ്റി നമുക്ക് എടുക്കല്ല. ഇതാണ് വന്നത് നമ്മള് റോസ്റ്റർ. സിംഗിൾ ഇടിയപ്പം മാത്രം. പീസ് ഞാൻ ഒരു പീസ് തന്നെ കയറാം. ചെറുത് മതി. അത് മതി. അത് മതി. ആ ചെറുത് മതി. ചില ഗ്രേവി കൂടെ എടുക്കോ. മുക്കി എടുത്തോ. അതാണ് നല്ല റിവ്യൂ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. ഒരു പീസ് ഫ്രൈയും ചിക്കൻ്റെ പെരട്ടും പൊറോട്ട എല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് ഞാൻ അവിടെ മിക്സ് ചെയ്തിട്ട് ഈ കറി ഇതൊക്കെ ഇങ്ങനെ കുഴച്ചിട്ട് റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ ആയിരം കഴിക്കുമ്പോൾ മറ്റേ ഫീൽ അല്ലേ ഗ്രീഷ്മ? ഒന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കടയിൽ അല്ലേ? റോഡോട് ചേർന്നാണോ അല്ലേ കഴിക്കാൻ? നല്ല ആകാനായിരുന്നല്ലേ ഗ്രീഷ്മ? ബില്ല് നമുക്ക് 250 രൂപ, 250 അല്ലേ? നല്ല ഫുഡായിരുന്നു. ചിക്കൻ ഫ്രൈ കിട്ടി, ചിക്കൻ പെരട്ട് കിട്ടി, ഒരു സെറ്റ് ബുൾസ് കിട്ടി, ഒരു മൗണ്ടൻ ഡ്യൂ വാങ്ങിച്ച്, ഗ്രീക്ക് എത്ര ഒരു ഇടിയപ്പം വാങ്ങിച്ച്, ഞാൻ പൊറോട്ട വാങ്ങിച്ച്, ഗ്രീഷ്മ ഇടിയപ്പം വാങ്ങിച്ചു അല്ലേ? എല്ലാം കൂടി വേറെ വിലയ്ക്ക് നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നത് കുഴപ്പമില്ല 250 രൂപയ്ക്ക്. അപ്പൊ നമുക്ക് സിനിമയ്ക്ക് സമയമായി. നമ്മൾ തിയേറ്ററിൽ പോകും. ഈ പടത്തിൽ ആരൊക്കെ ഉണ്ട് ഗ്രീഷ്മ? ഡയറക്ടർ ആരാണ്? അയാളെടുത്ത പടം ചാക്കോച്ചിന്റെ ഈ മറ്റേ മോഹൻ ജിന്റെ നല്ല പടമായിരുന്നു. ചാക്കോച്ചി ഇപ്പൊ കയറി വരണുണ്ട് അല്ലേ? നല്ല പടം നോക്കി എടുത്ത് നല്ല പടം നോക്കി ചെയ്യും. ഒരു പടം ചെയ്യുമ്പോ 6 മാസം കാണൂല. അടുത്ത പടം അങ്ങനെ നല്ലതല്ലേ? ഇങ്ങനെയാണ് നടപ്പല. ഇങ്ങനെയാണ് ഇടിയപ്പം
ബുളുക്കൈ ഇഷ്ടപ്പെട്ടോ? ഏറ്റവും കൂടുതൽ അത് ഇഷ്ടപ്പെട്ടു. ഫുൾ കഴിച്ചോ? ഓ ഓ നമ്മൾ എങ്ങനെ എത്തും? അതിലേക്കാണ് വണ്ടി ഉണ്ടോ? നമ്മൾ എത്തുമോടി പടം ക്യാൻസൽ ആകുമോ കേട്ടോ? നോക്ക് ബസ്സിൽ വളയ്ക്കാൻ നോക്കി അവിടെ പിള്ളേർ ഡാൻസ് കളിക്കും ഒറ്റക്കത്ത്. അടിപൊളി കേട്ടോ. പിള്ളേർ ആവാടെയാണ് അല്ലേ? ടൂറിസ്റ്റ് വലിയ ബസ് ഇവിടുത്തെ വളർത്തിയ ഇവിടെ വന്നേന്ന് തോന്നുന്നല്ലേ ഫാമിലി പിള്ളേർ ആവാടുകയാണ് അല്ലേ? ടൂറ് പോയിട്ടുണ്ട്. ഞാൻ ടൂറ് പോയിട്ടുണ്ട്. നമ്മള് മോഡസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം നല്ല ഹെവി ടൂർ ആയിരുന്നില്ലേ ഡൽഹിയൊക്കെ? ഡൽഹിയിലൊക്കെ അപ്പൊ നമ്മള് ഡൽഹിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകണൊക്കെ ബസ്സിലായിരുന്നു. അപ്പൊ നമ്മള് ഡൽഹിയിൽ തന്നെ കാണിച്ച വേറെ അവിടെ ട്രെയിനിൽ പോയിട്ട് ബസ് പിടിച്ചു. അതാ അങ്ങനെ ബസ് വളയ്ക്കാൻ കാണിച്ചു കൊടുത്താണ് പാടുന്നത്. ഒരു ബസ് കണ്ട കഷ്ടപ്പാട് എല്ലാവരും മനസ്സിലാക്കണം. എല്ലാം കാണല്ലേ? നല്ല പൈസ എടുത്ത് വാങ്ങും കഷ്ടപ്പെട്ട. കഷ്ടാന്ന് പറഞ്ഞല്ല, സ്കൂൾ ബസ് പോകുന്നല്ലേ? നിങ്ങൾ ഡൽഹിയില് ട്രെയിനിൽ പോയാ? ഡൽഹി വരാം. ഡൽഹി ട്രെയിനിൽ പോയിട്ട് ബാക്കി ആഗ്രയും ഡൽഹിയിലുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ഫുള്ളായിട്ട് നോക്കൂ. എല്ലാം കാണല്ലേ? എപ്പോഴായാലും മാത്രം കേട്ടോ. ഇതൊക്കെ അടുക്കളയുടെ ഇടയിൽ കണ്ടുപിടിച്ചു. പെമ്പിളരെ എന്നും തോന്നുന്നേ ആമ്പിളരെ കാണാനില്ല. ഇതൊക്കെ കണ്ടുപിടിച്ചു ഇതിന്റെ ഇടയിൽ. ഗേൾസ് സ്കൂളാണ്. ഓ ഇത്ര വലിയ വണ്ടി ഇതിന്റെ ഇടയിൽ എന്തിനോ എന്തോ കൊണ്ടിട്ടതല്ലേ? അടിപൊളി ബസ്സല്ലേ? ആളുകൾ നോക്കും. നിങ്ങൾ കുതിര പോലെ ഇരിക്കുന്ന ഇതെവിടാ? ഇതാണ് ജിയുടെ ഫേവറേറ്റ് സ്ഥലം. ട്രെയിൻ പോകണം. റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എപ്പോഴും ബ്ലോക്കാണ് ഗൈസ്. ഇവിടെയാണ് ശരിക്കും കൂട്ടേണ്ടത്. ബ്ലോക്ക് നോക്ക് ഗൈസ്. ചെറിയ പാലല്ലേ? നെക്സോൺ ഈവി നെക്സോൺ ഈവി നമുക്ക് അറിഞ്ഞൂടാ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ട്രിവാൻഡ്രം സെൻട്രൽ. ഐ ലവ് ട്രിവാൻഡ്രം. ഓ എനിക്ക് ഒന്നാൾ പോണ്ടിച്ചേരി പോയപ്പോ മിസ് ചെയ്തു. മിസ് ചെയ്തു ഗൈസ്. വീടും സ്ഥലവും ഒക്കെ. ഒരു 15 ദിവസം പോണ്ടിച്ചേരി പോയി സ്ഥലവും വേറെ സ്ഥലത്ത് പോകുമ്പോഴാണ് സ്വന്തം സ്ഥലം മിസ് ചെയ്തത്. അതാണ് ഗൈസ് പഴഞ്ചൊല്ലൊക്കെ പറയുന്നത്. എന്നിട്ട് ചിരിക്കുകയും ചെയ്യുന്നതാ ഗൈസ്. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് തിയേറ്റർ. വില തുച്ഛം ഗുണം മെച്ചം അല്ലേ? സന്തോഷം. നിനക്ക് ഏത് പോപ്കോൺ വേണം? മസാല പോപ്കോൺ വേണോ? പ്ലെയിൻ പോപ്കോൺ വേണോ? സാധാ മതി. പോപ്കോൺ എത്ര ചേട്ടാ? 100. ഇത് മസാല മിക്സ് വേണ്ട, മസാല മതി. 20 വെള്ളം വാങ്ങാം. മിനറൽ വാട്ടർ വേണ്ട. ഒരു മിനറൽ വാട്ടറും കൂടാ. കൊതി തീരട്ട്. 20 ചില്ലറ ചേഞ്ച് ഇല്ല. പിടിങ്ങി മോളെ പിന്നെ പ്രാഞ്ചോ കളയ നീ പിടിച്ചോ. അവളെ നീ കളഞ്ഞു പോയില്ല. നമ്മളെ വീടിനകത്ത് കയറാൻ പോവാണ് ഗായ്സ്. അങ്ങനെ നമ്മൾ പടമൊക്കെ കണ്ട് ഇറങ്ങിയല്ലേ ഗ്രീഷ്മ? കിടിലം പടം കിടിലം പടം. നമ്മൾ ഈ പടം കണ്ടിരിക്കുന്ന പടം തന്നെ അല്ലേ? അങ്ങനെ നമ്മളിപ്പോ കരമ്പലെത്തി തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ ഇവർ തട്ടുകളൊക്കെ ഉണ്ടല്ലേ രാത്രി ആയാലും ഇപ്പൊ നൈറ്റ് ലൈഫ് പോലെ അല്ലേ? ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങിയെങ്കിലും അവർക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം അല്ലേ? വേറെ പ്രശ്നമൊന്നും നമ്മൾ കാണില്ല അല്ലേ? നമുക്കിതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല.
കടച്ചിട്ട് മണി 12 മണിയാണ്. നമ്മൾ 12 മണിക്കാണ് കൊച്ചിനും കൊണ്ട് രാത്രി കറങ്ങുന്നത്. ജ്യൂസ് നോക്കിയേ, കടവല്ല ഓണാണ്. വെള്ളം തായ്ക്കണമെങ്കിൽ ഇറങ്ങി കുടിക്കാം. ജ്യൂസ് കുടിക്കണോ? വേണ്ട വേണ്ട മച്ചാ ഒറ്റയ്ക്ക് പോയി അടി കിട്ടിയത്. ഫാമിലി ആയിട്ട് അപ്പായിരുന്നത് ഒറ്റയ്ക്ക് പോയി ഇപ്പൊ കിട്ടിയത്. ഇതൊക്കെയല്ലേ കാര്യം. അറിഞ്ഞൂടെ ആൾക്കാരെയൊക്കെ വിളിക്കുന്നത്. പോലീസ് സെക്യൂരിറ്റി ഉണ്ട് നമുക്കല്ലേ, പോലീസുകാരുണ്ട്. പക്ക തിരുവനന്തപുരം അല്ലേ. ഒരു കളി നടക്കില്ല തിരുവനന്തപുരത്ത്, ഒരു കളി നടക്കില്ല. എന്തിനു കളി അപ്പം ബുക്കിംഗ് ചെയ്യും അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കാണുന്ന എല്ലാവരും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.